കരിമംഗല്യം, പിഗ്മെൻറ്റേഷൻ, മെലാസ്മ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ കോസ്മെറ്റിക് ഇഷ്യൂ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇത് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടോ? കൺസീലർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്റ്റുകൾ കൊണ്ടോ മറയ്ക്കാനാവാത്ത വിധം നിങ്ങളുടെ മുഖത്ത് അത് വ്യാപിച്ചിട്ടുണ്ടോ? ഇതുമൂലം ഒരു ഫോട്ടോ പോലും നിങ്ങൾ എടുക്കാൻ മടിക്കുന്നുണ്ടോ? കാരണം ഇത് മറ്റുള്ളവർ കാണുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല. 80% വരുന്ന സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് ഈ കരിമംഗല്യം അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, മെലാസ്മ എന്ന് പറയുന്ന ഈ കോസ്മെറ്റിക് ഇഷ്യൂ. പണ്ടൊക്കെ ഇതൊരു 40കൾക്ക് ശേഷമാണ് കണ്ടുവന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 30കൾക്ക് ശേഷവും വ്യാപകമായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കരിമംഗല്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇത് എന്തുകൊണ്ട് വരുന്നു, ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഒരു 50,000 മെമ്പേഴ്സുള്ള ഒരു ഫാമിലി ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എനിക്ക് തുടർന്നും ഉണ്ടാകണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇതുപോലെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം, എന്താണ് ഈ കരിമംഗല്യം? മൂക്കിൻ്റെ ഇരുവശങ്ങളിലും അല്ലെങ്കിൽ കണ്ണിന് താഴെയായിട്ടും ഒക്കെ കാണപ്പെടുന്ന ഒരു ബ്രൗൺ നിറത്തിലുള്ള പാടുകളാണ് ഈ കരിമംഗല്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു? സ്ത്രീകളിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഇതുണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ സൺ എക്സ്പോഷർ, അമിതമായിട്ട് വെയിൽ ഏൽക്കുന്ന ആളുകളിൽ. മറ്റൊന്നെന്ന് പറയുന്നത് ഈ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന ചില ആളുകളിൽ, അതായത് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഡൈ യൂസ് ചെയ്ത ചില ആളുകളിലൊക്കെ ഇത്തരത്തിൽ പിഗ്മെൻറ്റേഷൻ വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. മറ്റൊന്ന്, ഫാറ്റി ലിവർ പ്രശ്നമുള്ള ആളുകൾക്ക് ഇതേപോലെ മുഖത്ത് കരിമംഗല്യം കാണപ്പെടാറുണ്ട്. ഇനി എങ്ങനെയാണ് ഇതുണ്ടാകുന്നതെന്ന് പറയാം. നമ്മുടെ മുഖത്തുള്ള കോശങ്ങൾക്കകത്ത് നിറം കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവുണ്ട്. ഈ രാസവസ്തു നമ്മുടെ കോശങ്ങൾക്കകത്ത് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുമ്പോഴാണ് നമുക്ക് ഈ കരിമംഗല്യം രൂപപ്പെടുന്നത്. ആദ്യമൊക്കെ ഇത് ചെറിയ കുത്തുകളായിട്ട് മുഖത്ത് കാണപ്പെടുകയും പിന്നീട് ഇത് പടർന്ന് വലിയ പാടുകളായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഒരുപാട് സ്ത്രീകൾക്ക് മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കരിമംഗല്യം എന്ന് പറയുന്നത്. ചില ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, കരിമംഗല്യം വരുന്നത് പിന്നെയും സഹിക്കാം, ആളുകളുടെ ചോദ്യങ്ങളാണ് സഹിക്കാൻ പറ്റാത്തതെന്ന്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ കരിമംഗല്യം എന്ന് പറയുന്നത് ഒരു രോഗമൊന്നുമല്ല. നിങ്ങൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു രോഗമല്ല ഈ കരിമംഗല്യം എന്ന് പറയുന്നത്. ഇത് ചർമ്മത്തിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം മാത്രമാണ്. അത് നമുക്ക് പരിഹരിക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എല്ലായിടത്തും ഇത്തരത്തിൽ നെഗറ്റീവായ മനുഷ്യർ ഉണ്ടാവും. അപ്പോൾ അത്തരം ചോദ്യങ്ങളെയൊന്നും നിങ്ങൾ വിലക്കെടുക്കേണ്ട ഒരു കാര്യവുമില്ല. മുഖത്തുണ്ടായേക്കുന്ന ഈ ഒരു പാടല്ല നിങ്ങളുടെ സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ട് തന്നെ അത് കേട്ട് ഒരിക്കലും നിങ്ങൾ ഡൗൺ ആയി പോവരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ മനോഹരമായ കണ്ണുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നല്ലൊരു പുഞ്ചിരി ഉണ്ടാകാം, നല്ലൊരു മുടി ഉണ്ടാകാം. അപ്പോൾ ആ ഒരു മുഖത്ത് വന്ന ഒരു പാടുകൊണ്ട് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു സൗന്ദര്യം ഇല്ലാതായി പോയി എന്നൊന്നും ഒരിക്കലും വിചാരിച്ച് വിഷമിക്കരുത്. നമുക്ക് ഇത്തരത്തിലൊരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെലാസ്മ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. മറിച്ച് ആളുകളുടെ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ പോലും തോന്നാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോവരുത്. നമുക്ക് വേണ്ടി, നമ്മുടെ മുഖത്ത് വന്നേക്കുന്ന ഈ പാട് മാറാൻ വേണ്ടി, മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ ഭയന്നിട്ടല്ല, നമുക്ക് സ്വയം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഹോം റെമഡീസും കാര്യങ്ങളുമൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കോക്കനട്ട് ഷെല്ലാണ്, അതായത് ചിരട്ടയാണ്. അത് എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ, അല്ലേ? ചിരട്ടയുടെ പൊടിയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ഒരു പാറക്കഷ്ണത്തിൽ ചിരട്ടയെടുത്ത് നന്നായിട്ട് ഉരച്ച് നമുക്കിതിൻ്റെ പൊടി എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ മാറാനും, അതേപോലെ തന്നെ അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ മാറുവാനും, അതേപോലെ ആക്നി വന്നതിന് ശേഷമുള്ള പാടുകളൊക്കെ നീക്കം ചെയ്യാനുമായിട്ടൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ചിരട്ടയുടെ പൊടി നമ്മൾ ഇതുപോലെ എടുത്തിട്ട് അത് 1 ടീസ്പൂൺ എടുക്കുക.
അതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ചിരട്ടയിൽ നിന്ന് ആ പൊടി എടുക്കുന്നത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊന്ന് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ചിരട്ടയൊന്ന് നനച്ചിട്ട് പാറയിലൊന്ന് ചെറുതായിട്ട് ഉരച്ചുരച്ച്, അങ്ങനെ നനവോട് നമ്മളിങ്ങനെ രക്തചന്ദനമൊക്കെ നമ്മൾ സാധാരണ എടുക്കാറില്ലേ, കല്ലിൽ ഉരച്ചെടുക്കാറില്ലേ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ ചിരട്ട നനച്ചിട്ട് ഉരച്ച് അതിൻ്റെ പൊടി അങ്ങനെയാണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഫേസ് പാക്കായിട്ട് പറയാനുള്ളത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുഖം നല്ലതുപോലെ ക്ലെൻസ് ചെയ്തിരിക്കണം. അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള പാലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് പാലെടുത്ത് മുഖത്ത് നല്ലൊരു ക്ലെൻസറാണ് ഈ പാലെന്ന് പറയുന്നത്. അപ്പോൾ പാൽ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രി സമയങ്ങളിലാണ് നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യപ്പെടുന്നതും റീജനറേറ്റ് ചെയ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം രാത്രി നിങ്ങൾ എന്താണ് നിങ്ങളുടെ മുഖത്ത് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്, നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ മുഖത്ത് ഇടുമെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് മഞ്ചിഷ്ട ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഈ മഞ്ചിഷ്ട എന്ന് പറയുന്നത് ആയുർവേദത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഔഷധ സസ്യമാണ്. ഇത് രക്തം ശുദ്ധീകരിക്കുവാനും ചർമ്മ പ്രശ്നങ്ങൾക്കുമൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഈ പിഗ്മെൻറ്റേഷനെ നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ ഇല്ലാതാക്കുന്നു. അതേപോലെ മുഖത്തുണ്ടാകുന്ന ഫ്രിക്കിൾസ് ഒക്കെ ഇല്ലാതാക്കുന്നു. പിന്നെ ഫൈൻ ലൈൻസിനെ റിങ്കിൾസിനെയൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഈ മഞ്ചിഷ്ട പൗഡർ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ഇത് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ചിഷ്ടയുടെ പൗഡറാണ് നമുക്ക് വേണ്ടത്. അതിനോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ്. രക്തചന്ദനം നമുക്കറിയാം പണ്ട് കാലത്ത് സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് രണ്ടാമത് ആവശ്യമായിട്ടുള്ളത് രക്തചന്ദനമാണ്. രക്തചന്ദനത്തിൻ്റെ പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ വുഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. മഞ്ചിഷ്ട പൗഡർ അത് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടും. നിങ്ങൾക്കത് വാങ്ങി അതിൻ്റെ 1 ടീസ്പൂൺ മഞ്ചിഷ്ട പൗഡർ എടുക്കുക. അതിലേക്ക് രക്തചന്ദനത്തിൻ്റെ പൊടി ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതും 1 ടീസ്പൂൺ അതിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് കരിമംഗല്യമുള്ള ഭാഗത്തോ അല്ലെങ്കിൽ മുഖത്ത് മൊത്തമായിട്ടോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് മുഖത്ത് അപ്ലൈ ചെയ്താൽ ഫേസ് നല്ല ബ്രൈറ്റൻ ആകാനായിട്ടും സഹായിക്കും. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ കരിമംഗല്യം മാറുവാൻ വേണ്ടി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള രണ്ടാമത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഈ മഞ്ചിഷ്ട ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ഈ അടുത്തൊരു ഹോം റെമഡി എന്ന് പറയുന്നത് കരിംജീരകവും അതേപോലെ തന്നെ കറുത്ത എള്ളും വെച്ചുകൊണ്ടുള്ളതാണ്. ഈ കരിംജീരകം എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സ്കിന്ന് നല്ല ഈവൻ ടോൺ ആവാനും അതേപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതും എല്ലാ ആയുർവേദ ഷോപ്പുകളിലും കിട്ടുന്ന ഒന്നാണ് ഈ കരിംജീരകം എന്ന് പറയുന്നത്. അത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതേപോലെ തന്നെയാണ് കറുത്ത എള്ളു എന്ന് പറയുന്നത്. അതും സ്കിന്നിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതും നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ, കരിംജീരകം നമുക്ക് 1 ടീസ്പൂണ് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ കറുത്ത എള്ള് അതും നമുക്ക് വേണ്ടത് 1 ടീസ്പൂണാണ് ആവശ്യമായിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓരോ ദിവസം കഴിഞ്ഞ് മുൻപോട്ട് പോകും തോറും നിങ്ങളുടെ ആ മുഖത്തുണ്ടായേക്കുന്ന കരിമംഗല്യം ചെറുതായിട്ട് ലൈറ്റായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കരിമംഗല്യം മാറുവാൻ വേണ്ടിയുള്ള ഒരു 3 ഫേസ് പാക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഏതാണോ നിങ്ങൾക്ക് കുറച്ച് ചെയ്യാൻ എളുപ്പമുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 3ഉം വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കുകളാണ്.
ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നതാണ്. നിങ്ങൾ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. ഒരു SPF 50 ഉള്ള സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗിക്കുക. അത് നിങ്ങൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ കൂടിയും നിങ്ങൾ സൺസ്ക്രീൻ ഇടാനായിട്ട് മറന്നു പോകരുത്. മറ്റൊന്ന്, ഹാർഷായിട്ടുള്ള സോപ്പുകൾ, ക്രീമുകൾ, പെർഫ്യൂംസ് ഇതൊക്കെ ഒഴിവാക്കുക. അതേപോലെ തന്നെ ചില ആളുകളിൽ ഡൈ യൂസ് ചെയ്യുന്ന സമയത്ത് മുഖത്ത് പിഗ്മെൻറ്റേഷൻ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് കെമിക്കലുകൾ അടങ്ങിയ ഈ ഡൈകൾ ഉപയോഗിക്കാതിരിക്കുക. മറിച്ച് നാച്ചുറലായിട്ടുള്ള ഇതേപോലെ ഹെയർ ഡൈ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് എപ്പോഴും മുഖം കഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഒരു ദിവസം 2 പ്രാവശ്യം ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ ഉപയോഗിച്ച് നിങ്ങൾ മുഖം വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തേക്കൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകേണ്ടത് വളരെയധികം ആവശ്യമാണ്. മുഖത്ത് ഈ പൊടിയൊക്കെ അടിഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളുമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യം മുഖമൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ആവശ്യമാണ്. കാരണം നമ്മുടെ മുഖത്ത് ഡെഡ് സെൽസൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നിങ്ങളത് ചെയ്യുവാണെങ്കിൽ മുഖം നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ നല്ലൊരു സ്കിൻ കെയർ റുട്ടീനും കൂടെ ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു സ്കിന്ന് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഭക്ഷണ ശൈലിയും കൂടെ ഒന്ന് ക്രമീകരിക്കുക. ജങ്ക് ഫുഡ്, ഷുഗർ ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ ക്യാരറ്റ്, നെല്ലിക്ക, നാരങ്ങ, നട്ട്സ്, ഗ്രീൻ ടീ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ 3 ഹോം റെമഡീസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.